വെറുതെ ഇങ്ങനെ യൂട്യൂബിൽ ഷോർട്സ് തോണ്ടിക്കൊണ്ടിരുന്നപ്പോഴാണ് ബ്രെഡ് കൊണ്ടുള്ള ഈ ഒരു റെസിപ്പി കാണുന്നത്. അപ്പോഴാണ് ഞാൻ ഓർത്തത്, എൻ്റെ ദൈവമേ, ഇത്തവണ മേടിച്ച ബ്രെഡ് അവിടെ ഇരിപ്പുണ്ടല്ലോ. എല്ലാ തവണയും ബ്രെഡ് മേടിച്ചുകൊണ്ട് വരുമ്പോഴേ ഭയങ്കര ഇൻട്രസ്റ്റാണ്, സാൻഡ്വിച്ച് അത് ഇത്. പിന്നെ ആ സാധനം അവിടെ ഇരുന്ന് ഒന്നെങ്കിൽ ഡേറ്റ് കഴിഞ്ഞു അല്ലെ പൂത്ത് കിട്ടുമോ, ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നാണ് സംഭവിക്കാറ്. ഇത്തവണ എന്തായാലും തലേദിവസം തന്നെ ഡേറ്റിന് മുമ്പ് ഞാനിത് ഈ റെസിപ്പി കണ്ടതുകൊണ്ട് രക്ഷപ്പെട്ടു. അങ്ങനെ ഒരു 6 പീസ് ബ്രെഡ് എടുത്തിട്ടേ നല്ല രീതിയിൽ വെള്ളത്തിലൊന്ന് പിഴിഞ്ഞ് മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് 2 പൊട്ടറ്റോ നല്ല രീതിയിൽ വേവിച്ചെടുത്ത് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു പാത്രം എടുക്കുക, അതിലേക്ക് ഈ ബ്രെഡ് ഇട്ട് കൊടുക്കുക, നമ്മൾ ആ ഉടച്ച് മാറ്റി വെച്ച പൊട്ടറ്റോ ഇട്ട് കൊടുക്കുക, പിന്നെ ഒരു മീഡിയം സൈസ് സവോളയും പകുതി പച്ചമുളകും കുനുകുനാന്ന് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക, കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, പിന്നെ നമുക്ക് വേണ്ടത് കോൺഫ്ലോർ ആണ്. ഒരു ഏകദേശം 2-2.5 ടീസ്പൂണോളം കോൺഫ്ലോറും കൂടി ഇട്ട് കൊടുത്തിട്ട് കൈ കൊണ്ട് നല്ല രീതിയിൽ കുഴച്ചെടുക്കുക. കൈ കൊണ്ട് തന്നെ കുഴക്കണം കേട്ടോ. ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ കുഴച്ചെടുക്കുക. ഉപ്പൊക്കെ വേണമെങ്കിൽ ആവശ്യത്തിന് നമുക്ക് പിന്നെയും ചേർക്കാം. എനിക്കിത് അളവ് കറക്റ്റായിരുന്നു. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൻ്റെ രീതിയിൽ വേണം നമ്മളിതാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ആ സമയം കൊണ്ട് ഞാൻ കുറച്ച് ബ്രെഡ് ക്രംസും ഒരു 2 ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഞാനിത് കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഷേപ്പ് ആവുമെന്നറിയില്ല, എല്ലാം ഒന്നും കട്ട്ലറ്റിൻ്റെ ഷേപ്പൊന്നും വന്നില്ലെങ്കിലും ചിലതൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു ഒട്ടുന്ന കൺസിസ്റ്റൻസി ആയതുകൊണ്ട് ഒട്ടും. എന്നിട്ട് ഈ ഒരു ഏതെങ്കിലും ഷേപ്പിലാക്കിയെടുത്ത സാധനം ഉണ്ടല്ലോ, അത് ബ്രെഡ് ക്രംസിലോട്ട് മുക്കിയിട്ട് മാറ്റി വെക്കുക. എനിക്കൊരു 13 എണ്ണം കിട്ടിയായിരുന്നു കേട്ടോ. ഇത്രയും നമ്മൾ അളവിലെടുക്കുമ്പോൾ 13 എണ്ണമാണ് എനിക്ക് കിട്ടിയത്. ആ സമയം കൊണ്ട് ഞാൻ ഓയിൽ അടുപ്പത് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ ചൂടാകാൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് മീഡിയം ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ആദ്യത്തെ സെറ്റ് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ മൊത്തം ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ ഒരു സൈഡ് ഗോൾഡൻ ബ്രൗൺ, ഏകദേശം ഒരു ബ്ലാക്കിഷ് കളർ ആകുന്നിടം വരെ നല്ല രീതിയിൽ നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഒരു സൈഡ് ആയിട്ടുണ്ട്, രണ്ടാമത്തെ സൈഡും അതുപോലെ തന്നെ ഈ ഒരു കളറായി കിട്ടി. ഇനി ഞാൻ ഒരു ടിഷ്യൂ പേപ്പറിലോട്ട് ഇതൊന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. അങ്ങനെ അടുത്ത സെറ്റ് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റിയെടുക്കണം. പിന്നെ സാധനം എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധനം അടിപൊളിയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇത്രയും ടേസ്റ്റ് ഞാൻ പ്രതീക്ഷിച്ചില്ല. നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം, നല്ല ടേസ്റ്റുമാണ്. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, വലിയ പണിയൊന്നുമില്ല.